നമ്മളെല്ലാവരും പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. കുക്കർ ഉപയോഗിച്ച് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നതെന്ന്? എന്തുകൊണ്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഫുഡ്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് കുക്കിംഗ് നടക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ? യെസ്, ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് ദ സയൻസ് ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ പ്രഷർ കുക്കർ. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും സൈലം IASന്റെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു ടോപ്പിക് ഇവിടെ എടുക്കാൻ ഒരു കാരണമുണ്ട്. 2021 UPSC പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഇൻ എ പ്രഷർ കുക്കർ the temperature at which the food is cooked depends mainly upon which of the following: the area of the hole in the lid, temperature of the flame, weight of the lid. Select the correct answer using the codes given below. അതായത് ചോദ്യം എങ്ങനെയാണ്, ഒരു പ്രഷർ കുക്കറിനകത്ത് ആ ഫുഡ് കുക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ആ ലിഡിനകത്തുള്ള ആ ഹോളിന്റെ ഏരിയ, രണ്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലെയിം. ഓക്കെ, നമ്മളെ സ്റ്റൗവിനകത്ത് ഫ്ലെയിം അതിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ, അപ്പൊ ആ ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലെയിം. മൂന്ന് ലിഡില് കൊടുക്കുന്ന വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ വിസിൽ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം. ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഫുഡിന്റെ കുക്കിംഗ് ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻസൈഡ് എ പ്രഷർ കുക്കർ. അപ്പൊ ഈ ഒരു ചോദ്യം ശരിക്കും ഒരു ജനറൽ ടോപ്പിക് ആണ് അല്ലെ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പ്രഷർ കുക്കർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വസ്തു ആയതുകൊണ്ട് ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മുടെ NCERT ബുക്സിനകത്ത് ഈ പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ക്ലാസ്സിലെന്നല്ല, പല ക്ലാസ്സുകളിൽ പല പല ചാപ്റ്റേഴ്സിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷനാണ് ഈ പ്രഷർ കുക്കറിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് NCERT വായിച്ചാലും ഈ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് എടുക്കാം അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിനു മുന്നേ ഞാൻ ആദ്യം കുറച്ച് ബേസിക്സ് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് അല്ലെ? ഫുഡ്സ് കുക്ക് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്താ? ഒന്ന്, ആ ഫുഡിനകത്ത് എന്തെങ്കിലും ജേംസോ ബാക്ടീരിയ മറ്റെന്തെങ്കിലും പാത്തജൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകണം അല്ലെ, കില്ലിംഗ് ദ ജേംസ് ആൻഡ് ബാക്ടീരിയ. അതാണ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഫുഡ് കുക്ക് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് അതാണ്. രണ്ടോ, ഇറ്റ് ക്യാൻ ഹെൽപ്സ് ഇൻ ഡൈജഷൻ അല്ലെ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. അതായത് അത്യാവശ്യം കട്ടിയുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് ടെൻഡർ ആവത്തില്ലേ, അപ്പൊ നമ്മുടെ ബോഡിക്ക് ഡൈജഷനെ അത് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ബോഡിക്കകത്തോട് കയറാൻ വേണ്ടിയിട്ടല്ലേ, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡിക്കകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു കുക്ക് ദി ഫുഡ്. ഫുഡ് റോ കഴിക്കുന്നതിനേക്കാളും നല്ലത് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പം എസെൻഷ്യൽ ന്യൂട്രിയൻസ് ബോഡിക്കകത്തോട്ട് കയറും. ഓക്കെ, കറക്റ്റ് ആയിട്ട് ബോഡി അത് വലിച്ചെടുക്കും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ അല്ലെ, കില്ലിംഗ് ജേംസ് ആൻഡ് ബാക്ടീരിയ, മൂന്ന് ഹെൽപ്സ് ഇൻ ഡൈജഷൻ, രണ്ട് ഹെൽപ്സ് ഇൻ ഡൈജഷൻ, മൂന്നെന്ന് പറയുന്നത് ഈ പറയുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസ് ബോഡിക്കകത്തോട്ട് കയറ്റുക. ഇനിയാണ് ഞാൻ കുറച്ച് ഫിസിക്സിന്റെ ബേസിക്സ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടി മനസ്സിലാകട്ടെ എന്ന് കരുതി ഫിസിക്സിന്റെ കുറച്ച് ബേസിക്സ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ടെമ്പറേച്ചറും പ്രഷറിനെയും കുറിച്ച്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും എന്താണ് ആക്ച്വലി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു വസ്തു എത്രമാത്രം ഹോട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം കോൾഡ് ആണ് എന്നതിന്റെ ഒരു മെഷറാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. എത്രമാത്രം ചൂടുള്ള വസ്തുവാണത്, എത്രമാത്രം തണുപ്പുള്ള വസ്തുവാണത്, ആ എത്രമാത്രം എന്ന മെഷറിനെ വി കോൾ ഇറ്റ് ആസ് ടെമ്പറേച്ചർ. അത് ഹോട്ടാകാം, അത് കോൾഡ് ആകാം അല്ലെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എന്ന വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ, BP കൂടുന്ന സമയത്ത് ഈ പ്രഷർ കൂടി എന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രഷർ ഈസ് ആക്ച്വലി എ ഫോഴ്സ്. പ്രഷർ എന്താണ്? ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അതൊരു പെർട്ടിക്കുലർ ഏരിയയില് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക്
ഒരു ഫോർമുല ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ് പ്രഷർ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈ ഹീൽ ചെരുപ്പ് ധരിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഹൈ ഹീൽ അല്ലെ, ഹീല് വലിയ ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കുറച്ചൊരു കുത്തനെ അല്ലെ, കുറച്ച് മൂർച്ചയേറിയ ഭാഗമായിട്ടായിരിക്കും ഹീൽ ഉണ്ടാവുക. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ മണലിൽ ചവിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും, അതിനകത്ത് കുഴിഞ്ഞു പോകും അല്ലെ. അതായത് അത്രയും പ്രഷർ അവിടെ എന്ത് ചെയ്യപ്പെട്ടു, എക്സേർട്ട് ചെയ്യപ്പെട്ടു. ഇനി അതല്ല, അങ്ങനെ ഹൈ ഹീൽഡ് അല്ലാത്ത ചെരുപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ കുറെ കൂടെ ഫ്ലാറ്റ് സർഫസിലൂടെ നടക്കാൻ വളരെ സ്മൂത്ത് ആയിരിക്കും അല്ലെ. നിങ്ങൾ മണലിലൂടെ പോവുകയാണെങ്കിൽ സമയത്തും അങ്ങനെ ഒരുപാടൊന്നും കുഴിഞ്ഞു പോവാനും സാധ്യതയില്ല. അപ്പൊ അതാണ് ബേസിക്കലി പ്രഷർ എന്ന് പറഞ്ഞാൽ. ഏരിയ കുറയുന്ന സമയത്ത് പ്രഷർ കൂടും അല്ലെ. ഹൈ ഹീലിന്റെ ഏരിയ കുറവല്ലേ, അപ്പോ പ്രഷർ കൂടും, അപ്പൊ കുറെ കൂടി നിങ്ങൾ കുഴിഞ്ഞു പോവും. ഇനി ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുറയും. അതാണ് ഫ്ലാറ്റ് ഹീൽ അല്ലെ. ഹീൽ ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് ധരിക്കുന്ന സമയത്തോ അധികം കുഴിഞ്ഞു പോകത്തില്ല, അധികം പ്രഷർ ഉണ്ടാവില്ല. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഫോർമുലയൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കണ്ട. പക്ഷെ പ്രഷറും ഏരിയയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായി, പ്രഷർ എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ വേറൊരു ടെർമിനോളജി പറയട്ടെ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബീച്ചിൽ നിൽക്കുക എന്ന് വിചാരിക്കാം. ഓക്കെ, കടലിനടുത്ത് അല്ലെ, സീ ലെവലില് ഒരു ബീച്ച് സൈഡിൽ നിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. നമുക്ക് മുകളിൽ, നമ്മുടെ ഗ്രൗണ്ടിന്, നമ്മുടെ ഭൂമിക്ക് മുകളിലായിട്ട് എയർ കോളം ഉണ്ട് അല്ലെ. ഒരുപാട് എയർ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. ഈ എയർ ഭൂമിയുടെ മേലിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം അറ്റ്മോസ്ഫിയർ, ഭൂമിക്ക് മുകളിലുള്ള അറ്റ്മോസ്ഫിയർ ഭൂമിയിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോ കടലിനടുത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ബീച്ച് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പ്രഷർ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ മുകളിലുള്ള എയർ കോളം, ഓക്കെ, നിങ്ങളുടെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് കോളം വളരെ വലുതാണ്. ഓക്കെ, ഇതുപോലെ എയർ മോളിക്യൂൾസ് ഒരുപാട് കാണും. അത്രയും താഴെ നിൽക്കുന്നവർ, നിങ്ങൾ ഭൂമിയുടെ ഏറ്റവും താഴത്തെ ലെവലില്, മീൻ സീ ലെവലിലാണ് നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുകളിലുള്ള എയർ കോളം വളരെ വലുതായിരിക്കും. അപ്പൊ ആ ഫുൾ എയർ കോളവും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഹൈ പ്രഷർ. പക്ഷെ നിങ്ങളൊരു കുന്നിന്റെ മുകളിലോട്ട് പോവാന്ന് വിചാരിക്കും, ഒരു മൗണ്ടെയിൻ, ഒരു ഹില്ലിലേക്ക് പോവുകയാണെങ്കിൽ അതിന് മുകളിലുള്ള എയർ പ്രഷർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള എയർ കോളം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിങ്ങൾ കടലിന്റെ അടുത്ത്, മീൻ സീ ലെവലിൽ നിന്നതിനേക്കാളും എയർ കോളം കുറവായിരിക്കും, അറ്റ്മോസ്ഫിയറിക് കോളം കുറവായിരിക്കും ഈ ഹില്ലി ഏരിയാസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എയർ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറവായിരിക്കില്ലേ? യെസ്. നിങ്ങൾ കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത്, മുകളിലോട്ട് പോകുന്ന സമയത്ത് ലോ പ്രഷർ ആയിരിക്കും. ഇപ്പൊ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വിമാനത്തിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. നിങ്ങളൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകും തോറും നിങ്ങളുടെ കാത് വേദനിക്കും അല്ലെ. ചില സമയത്ത് ബ്ലീഡിങ് സംഭവിക്കാറുണ്ട്. ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്രേക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് സംഭവിക്കും. അപ്പൊ പഞ്ഞിയൊക്കെ വരും അല്ലെ കാതിൽ വെക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതെന്തുകൊണ്ടാ? പ്രഷർ കുറയുന്നത് കൊണ്ടാ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി അതല്ല, നിങ്ങൾ മൂന്നാറിലൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാർ നോക്കിയാൽ മതി. ഇങ്ങനെ ഓരോ ചുരം മുകളിലോട്ട് കയറും തോറും നിങ്ങളുടെ കാത് അടഞ്ഞു പോകും അല്ലെ. ചില സമയത്ത് കാത് വേദന ഉണ്ടാവും. അത് ഈ പ്രഷറിൽ വരുന്ന വേരിയേഷൻ കാരണമാണ്. എപ്പോഴും ഓർത്തിരിക്കണം, താഴെ നിൽക്കുന്ന സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും, മേലോട്ട് പോകും തോറും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. താഴെ നിൽക്കുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറഞ്ഞു വരും. ഇതൊന്നും മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ടേമാണ് വേപ്പർ പ്രഷർ. എന്താണ് വേപ്പർ പ്രഷർ? ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിലൊരു ബോട്ടിലുണ്ട്, വെള്ളം കൊണ്ടുപോകുന്ന ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലിന്റെ പകുതിയോളം നിങ്ങൾ വെള്ളം നിറച്ചു. ഓക്കെ, ആ ബോട്ടിലിന്റെ പകുതിയോളം നിങ്ങൾ വെള്ളം നിറച്ചു. എന്നിട്ട് അതിനെ അടപ്പ് വെച്ച് മൂടി. എന്നിട്ട് ഈ ബോട്ടില് നിങ്ങൾ ഒരു സൺലൈറ്റിന്റെ കീഴിൽ, ഓക്കെ, സൂര്യ വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ പുറത്ത് കൊണ്ട് വെക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയത്ത് നിങ്ങൾ ഈ ബോട്ടില് പുറത്ത് കൊണ്ട് വെക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ബോട്ടിൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക? ആ ബോട്ടിലിന്റെ സൈഡുകളിൽ ദാ ഇവിടെ എം ടി സ്പേസ് ഇല്ലേ, വെള്ളം പകുതിയെല്ലാം നിറച്ചിട്ടുള്ളൂ, അതിന് മുകളിലായിട്ട് ദാ ഈ ബോട്ടിലിന്റെ സൈഡുകളിൽ ഇങ്ങനെ നീരാവി വന്ന് നിൽക്കുന്ന കാണാൻ പറ്റും അല്ലെ. അതായത് വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാ വെള്ളവും ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളമേ കാണില്ല അല്ലെ. പക്ഷേ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, നിങ്ങളുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ചില വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യപ്പെട്ടു? ഇവോപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇവോപ്പറേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ ഈ എം ടി സ്പേസിൽ അങ്ങ് തങ്ങി കിടക്കുവാണ് ഗ്യാസ് ആയിട്ട് അല്ലെ. ലിക്വിഡ് ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് അടുത്ത സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട് മാറും അല്ലെ, ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഈ ഗ്യാസ് എന്ത് ചെയ്തു? ഈ ബോട്ടിലിന്റെ മുകളിലുള്ള ഭാഗത്ത് ഇങ്ങനെ തങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഈ ഗ്യാസ് കാരണം ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റഡ് ആവും. ആ ഗ്യാസ് കാരണം ഇവോപ്പറേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ വേപ്പറൈസേഷന്റെ ഭാഗമായി അവിടെ ഗ്യാസ് ബിൽഡ് ചെയ്ത സമയത്ത് ഈ ഗ്യാസ് അവിടെ ചുമ്മാ നിൽക്കുകയല്ല അല്ലെ, ബോട്ടിലിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് ആ ഗ്യാസ്. അപ്പൊ ആ ഗ്യാസ് ഇങ്ങനെ പുഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രഷർ ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രഷർ വി കോൾ ഇറ്റ് ആസ് വേപ്പർ പ്രഷർ. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു വെസലിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി നോക്കി, നിങ്ങളുടെ കയ്യിൽ ഒരു വെസൽ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തുണ്ട്? ഒരു വെസൽ ഉണ്ട്. ഈ വെസലില് നിങ്ങൾ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്. ഓക്കെ, ഈ വെള്ളം നിങ്ങൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുകയാണ്. എന്ത് സംഭവിക്കും? വെള്ളം ചൂടാവും. വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് ഇവോപ്പറേഷൻ ഉണ്ടാവും. എന്താ ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞാല്? ഇവോപ്പറേഷൻ എന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന ഓരോ വാട്ടർ മോളിക്യൂൾസും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്യാസ് ആയി മാറുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഈ വെസലിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ വെസലിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പ്രഷർ ബിൽഡപ്പോ അല്ലെങ്കിൽ ഗ്യാസ് ബിൽഡപ്പോ അല്ലെ. ഇവോപ്പറേറ്റ് ചെയ്ത് വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് ഗ്യാസ് ഫോം ചെയ്യും. ഈ ഗ്യാസ് കാരണം അവിടെ എന്ത് ക്രിയേറ്റഡ് ആയി? ഒരു വേപ്പർ പ്രഷർ ക്രിയേറ്റഡ് ആവും. കുറച്ചു മുന്നേ പറഞ്ഞ സെയിം മെത്തേഡ്. ഓക്കെ, ഇതാലോചിക്കാം. ഇനി ഈ വേപ്പർ പ്രഷർ, ഇപ്പൊ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വേപ്പർ പ്രഷറും ഇനി സറൗണ്ടിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറും, ഓക്കെ, സറൗണ്ടിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറും എപ്പോഴാണോ ഈക്വൽ ആകുന്നത്, എപ്പോഴാണോ മാച്ചിങ് നടക്കുന്നത്, അപ്പോ ഇതിനകത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും, തിളയ്ക്കാൻ ആരംഭിക്കും. ഇതിനെയാണ് നമ്മൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ബോയിലിംഗ് ആരംഭിക്കുക? നമുക്ക് ഈ വെള്ളത്തിന് മേളിലായിട്ട് അല്ലെങ്കിൽ ആ വെസലിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രഷർ ഇല്ലേ, വി കോൾ ഇറ്റ് ആസ് വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷറും പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എയർ കോളത്തിന്റെ പ്രഷറും എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അപ്പോൾ ആരംഭിക്കുന്ന ഒരു പ്രോസസ്സാണ് ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ബോയിലിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളം മൊത്തത്തിൽ ഗ്യാസ് ആയിട്ട് മാറുന്നത് കേട്ടോ. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ബോയിലിംഗ്. അതും ആലോചിക്കണം കേട്ടോ. ആ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആവുന്ന സമയത്ത് ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ബോയിലിംഗ് നടക്കുമ്പോൾ അവിടെ എന്താ ശരിക്കും നടക്കുന്നത്? അവിടെ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മറ്റൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. സോ എ ലിക്വിഡ് ബോയിൽസ് വെൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ മാച്ചസ് ദി ഔട്ട്സൈഡ് എയർ പ്രഷർ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അല്ലെ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്താണ് ഈ വെള്ളം ബോയിൽ ചെയ്യുക അല്ലെ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്തായിരിക്കും വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആകുക. സോ ദാറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ബോയിലിംഗ് സ്റ്റാർട്ട്സ് ഇസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. ഈ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് ആ വസ്തുവിന്റെ ബോയിലിംഗ് ആരംഭിക്കുന്നത്? ദാറ്റ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു നോർമൽ വെള്ളം, ഒരു നോർമൽ വാട്ടർ അറ്റ് മീൻ സീ ലെവൽ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 100 ഡിഗ്രി ടെമ്പറേച്ചർ ആ വെള്ളം അറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യപ്പെടും? ബോയിലിംഗ് ആരംഭിക്കും അല്ലെ. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ടേണിംഗ് ടു ഗ്യാസ് അല്ലെ. സോ ദ സ്പെസിഫിക് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് റാപ്പിഡ്ലി ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ദാറ്റ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. ഇനി എപ്പോഴും ഓർത്തിരിക്കുക, ഒരു റിലേഷൻ മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, അതായത് പ്രഷർ എന്ന് പറയുന്ന ആ ഒരു ടേമും
ഈ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടേമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എപ്പോഴും ഓർത്തിരിക്കുക, പ്രഷറും ബോയിലിംഗ് പോയിന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ എപ്പോഴാണോ കൂടുക അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. പ്രഷർ കുറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റും കുറയും. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു ലോ ഉണ്ട്, ഗേ-ലൂസാക്സ് ലോ എന്ന് പറയും. ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതും ശരിക്കും ആര് തന്നെയാ? ടെമ്പറേച്ചർ അല്ലേ? സോ ബോയിലിംഗ് പോയിന്റും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അതിനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ആയിരിക്കും സ്ലോപ്പ് പോവാം. പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. നോക്കേ, ഞാൻ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കാണിച്ചുതരാം. നമ്മൾ മീൻ സീ ലെവലിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. കടലിനോട് ചേർന്ന് മീൻ സീ ലെവലിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. മീൻ സീ ലെവലിൽ നിൽക്കുന്ന നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്, ഒരു വെള്ളമാണ്, ഒരു ബോട്ടിൽ നിറയെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെയുള്ള പ്രഷർ മീൻ സീ ലെവലിൽ ഏകദേശം 1 അറ്റ്മോസ്ഫിയർ ആണ് പ്രഷർ എന്ന് വിചാരിക്കാം. നമ്മൾ ATM അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്നാണ് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന, അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ATM എന്ന് പറഞ്ഞത്. അപ്പൊ 1 ATM പ്രഷർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെയുള്ള വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ പറഞ്ഞു മീൻ സീ ലെവലിലെ നോർമൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ ഹൈറ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കുറയും അല്ലെ? മലമുകളിൽ നിൽക്കുന്ന സമയത്ത് പ്രഷർ കുറവായിരിക്കും, മീൻ സീ ലെവലിൽ നിൽക്കുന്ന സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മേലോട്ട് പോകും തോറും പ്രഷർ കുറഞ്ഞു വരിക. 0.80 ആയി, 0.69 ആയി. അപ്പൊ അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. നീ നേരത്തെ മീൻ സീ ലെവലിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നല്ലേ, ഇവിടെ എത്തിയപ്പോ 93 ആയി, ഇവിടെ എത്തിയപ്പോ 90 ആയി. ബോയിലിംഗ് പോയിന്റ് കുറയും. എപ്പോഴും ഓർത്തിരിക്കുക, ഈ ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡിന്റെ കുക്കിംഗ് നടക്കുക. ഓക്കെ, അത് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ ഫുഡ് പെട്ടെന്ന് കുക്ക് ചെയ്യും. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങും അതിനനുസരിച്ച് സ്ലോ ആവും. അത് ഓർത്തിരിക്കണം. അപ്പൊ നോക്കി, മലമുകളിൽ പോകുന്ന സമയത്ത്, കുന്നിൻ മുകളിലൊക്കെ പോകുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറവാണ് അവിടെ. സോ ഇറ്റ് ടേക്സ് ലോങ്ങർ കുക്കിംഗ് ടൈം. ഓക്കെ, കൂടുതൽ സമയമെടുത്ത് മാത്രമേ ഈ മലമുകളിൽ വെച്ചൊക്കെ കുക്കിംഗ് നടക്കുന്ന സമയത്ത് വളരെ കൂടുതൽ സമയമെടുത്ത് മാത്രമേ കുക്കിംഗ് നടക്കുള്ളൂ. പക്ഷെ മീൻ സീ ലെവലിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് കുക്കിംഗ് നടക്കും. ഓക്കെ, സോ ലോവർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ക്രിയേറ്റ്സ് ലോവർ ബോയിലിംഗ് പോയിന്റ്. ലോവർ ബോയിലിംഗ് പോയിന്റ് ടേക്സ് ലോങ്ങർ ടൈം ആസ് കുക്കിംഗ് അല്ലെ, ഫോർ കുക്കിംഗ്. കുക്കിങ്ങിന് കൂടുതൽ ടൈം ഇത് ക്രിയേറ്റ് ചെയ്യും. മലമുകളിൽ നിൽക്കുന്ന സമയത്ത്, മൗണ്ടനിൽ നിൽക്കുന്ന സമയത്ത് കുക്കിംഗ് ടൈം വിൽ ബി വെരി ഹയർ. ഓക്കെ, ഓർത്തിരിക്കുക. അത് ബോയിലിംഗ് പോയിന്റിലും പ്രഷറിലും വരുന്ന ഒരു വേരിയേഷൻ കാരണമാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ നേരെ കുക്കറിലേക്ക് ചെല്ലുക. ഇത്രയും പറഞ്ഞതെല്ലാം ബേസിക്സ് ആണ്. അത് അറിഞ്ഞാൽ മാത്രമേ കുക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഒരു പ്രഷർ കുക്കർ കാണാനായിട്ട്? പ്രഷർ കുക്കർ വേറൊന്നുമല്ല, ഒരു വെസലാണ് അല്ലെ, സാധാരണ ഒരു വെസലാണ്. ആ വെസലിന് ചുറ്റുമായിട്ട്, അതിന്റെ മേളിലായിട്ട് ഇതുപോലൊരു റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ട്, ഒരു സീല് പോലെ അല്ലെ. ഇതുപോലെ റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ട്. ആ റബ്ബർ ഗ്യാസ്കറ്റ് എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും സീൽഡ് ആയിരിക്കും അത്. ഓക്കെ, ഇനി അതിന് മുകളിൽ ഒരു ലിഡ് ഉണ്ട്. ആ ലിഡിൽ നമുക്കൊരു സേഫ്റ്റി വാൽവ് കാണാൻ പറ്റും. ഓക്കെ, അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിന് മുകളിലായിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ആ ഹോളിന്റെ മുകളിലായിട്ട് നമ്മളൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. വി കോൾ ഇറ്റ് ആസ് വിസിൽ ഓർ വെയിറ്റ്. ഓക്കെ, പ്രഷർ കുക്കറിന്റെ മേലിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലേക്ക് നമ്മളൊരു വെയിറ്റ് അല്ലെങ്കിൽ വിസിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പ്രഷർ കുക്കർ ഇരിക്കുന്നത് അല്ലെ. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളവും അല്ലെ, ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഫുഡും എല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനകത്തിരിക്കുന്ന വെള്ളം ഇങ്ങനെ ബോയിൽ ചെയ്യപ്പെടും അല്ലെ. കാരണം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ, ഈ പ്രഷർ ഒന്നും തന്നെ പുറത്തു പോവാതിരിക്കാനായിട്ടാണ് സീൽ ചെയ്തിരിക്കുന്നത് അല്ലെ. അത്രയും ടൈറ്റ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ പുറത്തു പോവില്ല. സോ ഇതിനകത്ത് പ്രഷർ എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്യും അല്ലെ. പ്രഷർ ഇൻക്രീസ്ഡ് ആവും. ഒരു പ്രഷർ പോലും പുറത്തു പോകുന്നില്ല എന്ന് ആലോചിക്കണം. ഓക്കെ, പ്രഷർ ബിൽഡപ്പ് ആവും. പ്രഷർ കൂടുമ്പോ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് കൂടില്ലേ.
ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കുക്കിങ്ങിന്റെ ടൈം കുറയും, പെട്ടെന്ന് കുക്കിംഗ് നടക്കും. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു. പ്രഷർ കൂടുമ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വസ്തുക്കളുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുന്നതനുസരിച്ച് കുക്കിംഗ് വളരെ പെട്ടെന്ന് നടക്കും. ഓക്കെ, അപ്പൊ കുക്കിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഒരു പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു പോട്ട് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഒരു സാധാരണ നോർമൽ പോട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു കുക്കർ എടുത്തു, ഇവിടെ ഒരു നോർമൽ പോട്ട് എടുത്തു, ഒരു ഓപ്പൺ പോട്ട്, അടച്ചു വെക്കാത്ത ഒരു നോർമൽ പോട്ട് എടുത്തു. ഓക്കെ, അവിടെ എന്ന് പറയുന്നത് ബേസിക് ഒരു നോർമൽ പ്രഷറിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. 1 atmosphere പ്രഷറിലാണ് കാര്യങ്ങളൊക്കെ നടക്കുക വിചാരിക്കുക. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും വെള്ളം ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഞാൻ പറഞ്ഞു, നോർമൽ വെള്ളം മീൻ സീ ലെവലില് 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം ബോയിൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പ്രഷർ കുക്കറാണ് എടുക്കുന്നുണ്ടെങ്കിലോ അതിനകത്ത് ബിൽഡ് ചെയ്യുന്ന പ്രഷർ കൂടുതലല്ലേ. അപ്പൊ നോർമൽ പ്രഷർ ആയിരിക്കില്ല, അവിടെ ചിലപ്പോൾ ഇരട്ടി പ്രഷർ ഉണ്ടാവും, 2 atmosphere പ്രഷർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്തു? കൂടി. നേരത്തെ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ബോയിലിംഗ് പോയിന്റ് എങ്കിൽ ഇവിടെ പ്രഷർ കുക്കറിനകത്ത് ബോയിലിംഗ് പോയിന്റ് 120, 121 ഡിഗ്രിയിലേക്കായിട്ട് വർദ്ധിക്കും. അപ്പൊ അതിനനുസരിച്ച് കുക്കിങ്ങും വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ബേസിക് ആയിട്ട് ഇതാണ് ഒരു പ്രഷർ കുക്കറിന്റെ വർക്കിംഗ്. പക്ഷെ പ്രഷർ എന്താണെന്ന് അറിയണം, അതിന് ടെമ്പറേച്ചർ എന്താണെന്ന് അറിയണം, വേപ്പർ പ്രഷർ എന്താണെന്ന് അറിയണം, അല്ലെ? ഇനി പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുമ്പോൾ ഇതൊക്കെ അറിഞ്ഞാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അതിനായിട്ടാണ് ഞാൻ കുറച്ച് ഫിസിക്സിന്റെ ബേസിക്സ് ആദ്യം പറഞ്ഞു തന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇത്തരം പ്രഷർ കുക്കേഴ്സിൽ എന്തെങ്കിലും സേഫ്റ്റി മെക്കാനിസം ഉണ്ടോ? ശരിക്കും ഉണ്ട്. പ്രഷർ കുക്കറിന് അത്രയും പ്രഷർ റിലീസ്ഡ് ആവുന്ന, അത്രയും പ്രഷർ ബിൽട്ടപ്പ് ആവുന്ന ഒരു വെസലാണ് അല്ലെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സേഫ്റ്റി മെക്കാനിസം സ്വാഭാവികമായും ഉണ്ടാവും. യെസ്, ഒരു പ്രഷർ കുക്കറിനകത്ത് മെയിൻലി 2 തരത്തിലുള്ള സേഫ്റ്റി മെക്കാനിസംസ് ഉണ്ട്. നിങ്ങൾ കുക്കർ നോക്കിയാൽ മനസ്സിലാവും. ആ കുക്കറിന്റെ ലിഡിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സാധനം കാണാൻ പറ്റും. ഇങ്ങനെ പല ഷേപ്പുകൾ ഉണ്ടാവും കേട്ടോ. ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത്. എന്താണ് സേഫ്റ്റി വാൽവ്? എന്തിനാണെന്നറിയോ? നമ്മളെ കുക്കറിനകത്ത് ബിൽഡപ്പ് ആവുന്ന എക്സസ് പ്രഷർ, ഓക്കെ, ബിൽഡപ്പ് ആവുന്ന എക്സസ് പ്രഷർ റിലീസ് ചെയ്യപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സേഫ്റ്റി വാൽവ്. ഇത് നമ്മളൊന്നും ചെയ്യണ്ട, ആ പ്രഷർ കുക്കറിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പെർട്ടിക്കുലർ പ്രഷർ എക്സീഡ് ചെയ്യുന്ന സമയത്ത് ആ സേഫ്റ്റി വാൽവ് ഉള്ളത് പുറത്തു പോയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ സേഫ്റ്റി വാൽവ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും വസ്തു കയറി ആ സേഫ്റ്റി വാൽവ് ബ്ലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ ഈ പ്രഷർ റിലീസ്ഡ് ആവില്ല. കുറച്ചുകൂടി പ്രഷർ അതിനകത്ത് ബിൽഡപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചു എന്നൊരു വിവരം അല്ലെങ്കിൽ വാർത്ത നിങ്ങൾ കേൾക്കുക. ഓക്കെ, ആ സേഫ്റ്റി വാൽവ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കുക്കർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വളരെ സേഫ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സേഫ്റ്റി വാൽവ്. ഇനി രണ്ടാമതായിട്ടൊരു സേഫ്റ്റി മെക്കാനിസം ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറയുന്ന വിസിൽ അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ലിഡിന്റെ ഏറ്റവും നടുക്കായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, കിച്ചണിലൊക്കെ കയറുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആ ഹോളിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ അതിന് മേളിലായിട്ടാണ് നമ്മൾ ഈ വിസിൽ അല്ലെങ്കിൽ വെയിറ്റ് വെക്കുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞ സാധനം ഇതുപോലെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതേ മെക്കാനിസം തന്നെയാണ് ഇതിനുമുള്ളത്. നമ്മൾ ഈ പറയുന്ന വിസിൽ അല്ലെങ്കിൽ വെയിറ്റിനുള്ളത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് പല വെയിറ്റിലുള്ള സാധനമുണ്ട്, അല്ലെങ്കിൽ പല ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവും, അത്ര ഹെവി അല്ലാത്ത, അത്ര ഇതില്ലാത്ത വെയിറ്റ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ഓഫ് വെയിറ്റ്സ് അവൈലബിൾ ആണ്. ബേസിക്കലി ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ വെയിറ്റ് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ആ ലിഡ് ശരിക്കും ലിഡിന്റെ ഈ ഭാഗം ഹോൾ ഉണ്ടല്ലോ, ആ ഹോള് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുക്കറിനകത്ത് പ്രഷർ എന്ത് ചെയ്യും? ബിൽഡപ്പ് ആവും. ഓക്കെ, ആ പ്രഷർ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ റിലീസ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രഷർ കാരണം തന്നെ ഈ വെയിറ്റ് മേളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്താണ് പ്രഷർ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ഒരു സൗണ്ട് കേൾക്കില്ല, വിസിൽ പോലത്തെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ പ്രഷർ ബിൽഡപ്പ് ആവുന്ന സമയത്ത്, പ്രഷർ എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പ്രഷർ, ഇതിനകത്തിരിക്കുന്ന പ്രഷർ തന്നെ ഈ വെയിറ്റിന് മേലോട്ട് പൊക്കും. ഓക്കെ, മേലോട്ട് പൊക്കുന്ന സമയത്ത് പ്രഷർ റിലീസ്ഡ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ വീണ്ടും ലിഡ് താഴോട്ട് വരും അല്ലെ. അപ്പൊ ഇത് 1, 2, 3, 4, 5, 6, 8, 10 പ്രാവശ്യമൊക്കെ ഇതിന്റെ മുകളിലോട്ടും താന്നൊക്കെ ഇരിക്കും. അത് ഫുഡിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മൾ എന്ത് ഫുഡാണോ അതിനകത്ത് വെക്കുന്നത്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ്
വിസിൽസ്, നമ്പർ ഓഫ് പ്രഷർ റിലീസ് അവിടെ സംഭവിക്കും. അപ്പോൾ റൈസ് ഒക്കെ ആണെങ്കിൽ, അരിയാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വിസിലോ 2 വിസിലൊക്കെ കാര്യം സെറ്റാവും അല്ലെ, കാരണം അതിനുള്ള പ്രഷർ മതി അരിക്ക് വേവാനായിട്ട്. ഇനി അതെല്ലാം നിങ്ങൾ വലിയ സംഭവം, ഇപ്പം ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് 1ഉം 2ഉം വിസിലൊന്നും ബീഫ് കുക്ക് ആവത്തില്ല അല്ലെ, ചിലപ്പോൾ ഒരു 5ഉം 6ഉം വിസിലൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ്, അത്യാവശ്യം പ്രഷർ അതിനകത്ത് വേണം എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് 1 വിസിലോ 2 വിസിലോ ഒന്നും കാര്യം നടക്കില്ല. ചിലപ്പോൾ 3ഉം 4ഉം 5ഉം വിസിലൊക്കെ വേണ്ടി വരും. അത്രയും പ്രഷർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ബോയിലിംഗ് പോയിന്റ് കൂടുള്ളൂ. ബോയിലിംഗ് പോയിന്റ് കൂടിയാൽ മാത്രമേ അതിനകത്തിരിക്കുന്ന ബീഫ് വേവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് കൂടുതൽ പ്രഷർ വേണ്ടി വരിക. അതുകൊണ്ട് കൂടുതൽ സമയം, കൂടുതൽ വിസിലുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഒരു പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് മനസ്സിലായോ? പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കുക്കിങ്ങും നടക്കുന്നത്. അതുകൊണ്ടാണ് ആ കുക്കറിനെ പ്രഷർ കുക്കർ എന്ന് വിളിക്കുന്നത്. അതിന് ഈ ടെമ്പറേച്ചർ ഓഫ് ദി സ്റ്റൗവിന്റെ ഫ്ലെയിമോ ടെമ്പറേച്ചർ ഒന്നും വലിയ ഫാക്ടർ അല്ല. സ്റ്റൗ നിങ്ങൾ കൂട്ടി വെച്ചാലും കുറച്ച് വെച്ചാലും കുക്കറിനകത്ത് പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കുക്ക് ചെയ്യത്തുള്ളൂ. അത് കുറച്ച് വെച്ചാലും കൂട്ടി വെച്ചാലും അതിനകത്ത് പ്രഷർ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ അല്ല. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം എന്തല്ല, ഈ പ്രഷർ കുക്കറിനകത്തുള്ള കുക്കിങ്ങിനെ വലിയ തോതിൽ റിലേറ്റ് ചെയ്യിക്കാൻ കഴിയില്ല. ഓക്കെ, ഓർത്തിരിക്കുക. എല്ലാം പ്രഷറിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ബേസിസിലാണ്. സോ ദിസ് ഇസ് ഹൗ എ പ്രഷർ കുക്കർ വർക്ക്സ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പ്രഷർ കുക്കർ വർക്ക് ചെയ്യുക? ഒന്ന്, അതിനകത്ത് വേപ്പർ പ്രഷർ അല്ലെ, അതിനകത്ത് വേപ്പർ പ്രഷർ ക്രിയേറ്റഡ് ആവണം. ഇനി ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ പുറത്തു പോവാതിരിക്കാൻ, റിലീസ്ഡ് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു ഗ്യാസ്കറ്റ്, റബ്ബർ ഗ്യാസ്കറ്റ് കൊണ്ട് ഫില്ലിംഗ് ഉണ്ട്, ലിഡ് ടൈറ്റ്ലി പാക്ഡ് ആണ്. പിന്നെ എക്സസ് ആയിട്ടുള്ള പ്രഷർ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്, മുകളിലുള്ള വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രഷർ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് വർദ്ധിക്കും. ബോയിലിംഗ് പോയിന്റ് വർദ്ധിക്കുന്നതനുസരിച്ച് ഫുഡ് കുറെ കൂടി ടെൻഡർ ആവും, കുക്ക്ഡ് ആവും. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പൊ നോർമൽ പോട്ടിലുള്ള കുക്കിങ്ങും പ്രഷർ കുക്കറിന്റെ കുക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി ചില ആൾക്കാർ പറയാറുണ്ട് കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും നമുക്ക് പറയാറുണ്ട്. ശരിയാണ്, ടേസ്റ്റിൽ ചെറിയ തോതിലുള്ള വ്യത്യാസം വരും. കാരണം ആ പ്രഷറിനകത്ത് ആ ആവിയിൽ കിടന്നിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ഓരോ വസ്തുവും വേവുന്നത്. അപ്പൊ ഒരു വെള്ളത്തിന്റെ ആയിട്ടുള്ള ഒരു വാട്ടറിന്റെ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ന്യൂട്രിയൻസ് ലോസ്റ്റ് ആവത്തില്ല. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആട്ടോ. പ്രഷർ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് എന്ത് ചെയ്യത്തില്ല, ലോസ്റ്റ് ആവത്തില്ല. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പോട്ടിലാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഇവോപ്പറേറ്റ് സമയത്ത് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം, അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം, എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഇവോപ്പറേറ്റ് ചെയ്ത് പോകും, വെള്ളത്തിന്റെ കൂടെ വന്ന് പോകും. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾക്ക് ന്യൂട്രിയൻസ് കുറവായിരിക്കും. പക്ഷെ പ്രഷർ കുക്കറിന്റെ കേസ് എന്താ, ഈ പുറത്തോട്ട് പോകുന്ന സാധനം കുറവാണ്, എല്ലാം അതിനകത്ത് തന്നെയല്ലേ വേവുന്നതല്ല. അതുകൊണ്ട് ന്യൂട്രിയൻസ് വലിയ തോതിലൊന്നും എന്താവത്തില്ല, നഷ്ടപ്പെട്ടു പോകില്ല എന്നതാണ് പ്രഷർ കുക്കറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്കറിയാം കുക്കിംഗ് ടൈം കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കാം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. In a pressure cooker, the temperature at which the food is cooked depends mainly upon which of the following. Area of the hole in the lid. Area of the hole in the lid എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിസിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ഹോളില്ലേ, അതിന് മേളിലല്ലേ നിങ്ങൾ വിസിൽ വെക്കുക. ഓക്കെ, ആ ഹോളിന്റെ കാര്യം കേട്ടോ പറയുന്നത്, സേഫ്റ്റി വാൽവിന്റെ കാര്യമല്ല ഇവർ പറയുന്നത്. ലിഡിന്റെ മുകളിലുള്ള ആ ഹോൾ, അതിന് മേളിലോട്ടാണ് നമ്മൾ വിസിൽ അല്ലെങ്കിൽ വെയിറ്റ് വെക്കുക. ആ ഹോളിന്റെ ഏരിയ ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലെയിം, ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ടെമ്പറേച്ചർ ഒരു ഫാക്ടർ ആണോ? വെയിറ്റ് ഓഫ് ദി ലിഡ്, ഈ വെയിറ്റ്. ഓക്കെ, ഇതിനെ എന്തിനെയൊക്കെ ബന്ധപ്പെട്ടാണ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഫുഡ്, കുക്ക്ഡ് ഫുഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, ആൻസർ എന്താണ്? ഏരിയ ഓഫ് ദി ഹോൾ. ശരിയാണ് അല്ലെ. ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രഷർ റിലീസ്ഡ് ആവുള്ളൂ. ഏരിയ കൂടുതലാണെങ്കിലോ കൂടുതൽ പ്രഷർ റിലീസ്ഡ് ആവും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, വെയിറ്റ് തന്നെ പല ടൈപ്പിലുണ്ട് അല്ലെ. ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ്സ് ഉണ്ട്, അത്ര ഹെവിയർ അല്ലാത്ത വെയിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ പുറത്തോട്ട് പോവില്ലേ. ഏരിയ കുറവാണെന്നുണ്ടെങ്കിലോ കുറച്ച് പ്രഷറേ പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത്രയും പ്രഷർ കാരണം ഫുഡ് കുക്ക് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഏരിയ ഒരു ഫാക്ടറാണ്. വെയിറ്റ് ഓഫ് ദ ലിഡ് അതും ഫാക്ടറാണ്. ഈ വെയിറ്റ് അത്യാവശ്യം ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് റിലീസ്ഡ് ആവത്തില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വെയിറ്റ് ആണെങ്കിൽ, ഓക്കെ, വെയിറ്റ് ഉള്ള വിസിലാണെന്നുണ്ടെങ്കിലോ പെട്ടെന്നൊന്നും മുകളിലോട്ട് പോകില്ല അല്ലെ. ഇനി അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ സാധനമാണെങ്കിലോ
എന്ത് ചെയ്യും, പെട്ടെന്ന് ചെറിയ സ്റ്റീമിൽ തന്നെ ചെറിയ പ്രഷർ തന്നെ പെട്ടെന്ന് മുകളിലോട്ട് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ലിഡിന്റെ വെയിറ്റും ഒരു ഫാക്ടറാണ് അതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ആവാൻ, അല്ലെ? ഇനി ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലെയിം, ഞാൻ പറഞ്ഞായിരുന്നു കുറച്ചു മുന്നേ, ഫ്ലെയിമിന് ഇതിന് യാതൊരു ബന്ധമില്ല, അല്ലെ? നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചാലും ഫ്ലെയിം കൂട്ടി വെച്ചാലും പ്രഷറിന്റെ കാര്യങ്ങളാണ് കാര്യങ്ങൾ, അല്ലെ? പ്രഷർ വെച്ചിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെല്ലാം. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലെയിം എന്തല്ല, ഒരു ഫാക്ടർ അല്ല. ഓക്കെ, ഓർത്തിരിക്കുക. സോ ആൻസർ ഇസ് 1 and 3 ഉള്ളി, ഓപ്ഷൻ സി. പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതുപോലുള്ള UPSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഇങ്ങനെ നമ്മൾ യൂട്യൂബ് സെഷൻസിൽ ഇനി അങ്ങോട്ട് നടത്തുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ആ ടോപ്പിക് കുറച്ചുകൂടി മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ UPSC എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ള പാറ്റേണും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇതുപോലത്തെ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.